ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ചിക്കൻ കുറുമയാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ: പച്ചമുളക് 3-4 നമുക്ക് എരിവിനനുസരിച്ച് എടുക്കാം, പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ 2-3 കഷ്ണം കറുവാപ്പട്ട, 3 ഏലക്ക, 3 ഗ്രാമ്പു, 2 ചെറിയ ബേ ലീഫ്. പിന്നെ അരച്ച് ചേർക്കാൻ വേണ്ടി ഒരിച്ചിരി തേങ്ങായും ഒരു 10 കാഷ്യൂനട്ടും വേണം. പിന്നെ നമ്മൾക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത് 2 ചെറിയ സവോള, 2 ചെറിയ ടൊമാറ്റോ, 2-3 തണ്ട് കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചിക്കൻ. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ച് എടുത്തതാണ്. നമ്മൾ പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓൾ സ്പൈസസ് ഇടണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓൾ സ്പൈസസ് ഇടുക. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്ത് ഞാനൊരു ഇൻഗ്രീഡിയൻറ്റിൻ്റെ കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. ഇച്ചിരി പെരിഞ്ചീരകവും കൂടെ ശകലം ഇടണം. ഇത് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിലോട്ട് ചേർക്കുക. ഇത് നന്നായി വഴറ്റുക. ഇത് നന്നായി വഴന്നു വരുമ്പോൾ നന്നായി വഴന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർക്കുക. അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിയുമ്പോഴേക്കും സവോള നമുക്ക് ടൊമാറ്റോ ചേർക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ സവാള ഏകദേശം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത് ചേർക്കാം. അത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. അത് കഴിഞ്ഞ് നമുക്ക് തക്കാളിക്കായി ചേർക്കാം. ഈ സവാള വഴലാൻ വേണ്ടി ഞാൻ ശകലം ഉപ്പ് ഇതിനകത്ത് ചേർത്തായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ സവോളയും ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ തക്കാളി അതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇനി തക്കാളിക്ക് വേണ്ടി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്ത് ഇച്ചിരി കുരുമുളക് പൊടിയും ചേർത്ത് ചിക്കനും ചേർത്ത് വേവിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കാഷ്യൂനട്ടും പിന്നെ 1 സ്പൂൺ തൈരും കൂടെ ചേർത്ത് നമുക്ക് അരച്ച് ഇതിനകത്ത് ചേർക്കാം. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങായും കാഷ്യൂനട്ടും പിന്നെ തൈരും കൂടെ നമ്മൾ അരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഒത്തിരി തൈര് ചേർക്കുന്നില്ല, ഒരു ചെറിയ സ്പൂൺ തൈര് മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ 2 തക്കാളിക്ക ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ ഈ വ്ലോഗ് ആദ്യമായിട്ടാണ്, ഞങ്ങൾ ഈ ചാനലിൽ ആദ്യമായിട്ടൊരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് മെസ്സേജിലൂടെ അറിയിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇതിലോട്ട് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുകയാണ്. വേറെ മസാലപ്പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. ചിലർ നമ്മുടെ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, പക്ഷേ ഇപ്പോൾ മല്ലിപ്പൊടി ഒന്നും ചേർക്കാതെ കുരുമുളക് പൊടി മാത്രമേ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചിക്കൻ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കനും ചേർത്തിട്ട് ജസ്റ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ജസ്റ്റ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വേറെ ഗരം മസാലയോ മല്ലിപ്പൊടിയോ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ ഞാൻ ഇതൊന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി കുറച്ച് നേരം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങായും കാഷ്യൂനട്ടും കൂടെ ഇതിനകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. അരച്ച് വെച്ചിരിക്കുന്ന
ഈ ഗ്രേവി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കുക. എന്നിട്ട് ഇതിന് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ നമ്മൾ ഇതിലോട്ട് ചേർക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നല്ല തിക്കായിട്ടായിരിക്കുന്നത്. അപ്പം നമുക്ക് ഞങ്ങളിപ്പോൾ അപ്പത്തിന് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇച്ചിരിയും കൂടെ ചാറ് വേണം. അപ്പോൾ ഞങ്ങൾ ഇച്ചിരിയും കൂടെ നമ്മൾ ഈ തേങ്ങ അരച്ച ആ ജാറ് കഴുകിയ വെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റും കൂടെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. പിന്നെ ഒരു ഇച്ചിരി മല്ലിയിലയും കൂടെ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇച്ചിരിയും കൂടെ വെള്ളം ചേർക്കുവാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പും ഒക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ഇത് അടച്ച് വെച്ചിട്ട് 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം ചെയ്തത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്. ഇനിയിപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് മല്ലി ഇലയും കൂടെ ഇതിനകത്തോട്ട് ചേർക്കുകയാണ് കേട്ടോ. ഇത്രയും ആയപ്പോഴേക്കും ഈ കറി റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് വരുത്താൻ വേണ്ടി നമുക്ക് ഒരു ടിപ്പും കൂടെ ചെയ്യാം. അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട്, ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് നെയ്യ് ചേർക്കുക. ഒരു സ്പൂൺ നെയ്യ് മതി. ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 3-4 കാഷ്യൂനട്ട്, അത് ഞാനിങ്ങനെ പൊളന്നെടുത്തതാണ് കാഷ്യൂനട്ട്, അത് ഇതിനകത്തോട്ട് ഇടുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരട്ടെ. അത് മൂത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും ഇതിനകത്ത് ചേർക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് ഞാൻ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്, കീറിയത്. അതും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് ചേർക്കാം. അപ്പം കറിക്ക് കൂടുതൽ ടേസ്റ്റ് വരും കേട്ടോ. ഇതിപ്പോൾ കാഷ്യൂനട്ട് മൂത്ത് വരുന്നതേ ഉള്ളൂ. ഞാൻ പാൻ ചൂടാകുന്നതിന് മുമ്പ് നെയ്യ് ഒഴിച്ചു പോയി, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ജസ്റ്റ് കാഷ്യൂനട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ പച്ചമുളക് ഇതിനകത്ത് ഇടുകയാണ്. പൊളന്നിട്ട് വേണം പച്ചമുളക് ഇടാനായിട്ട്, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരിച്ചിരി കറിവേപ്പിലയും കൂടെ ഇടുകയാണ് കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. കറിയുടെ ടേസ്റ്റ് നോക്കാനായിട്ട് ഈ യൂട്യൂബ് ചാനലിൻ്റെ നെയ്മറായിട്ടുള്ള കുക്കുവിനെ തന്നെ ഞാൻ ഇങ്ങോട്ട് വിളിക്കും. നമുക്ക് ചിപ്പിനെ കൊണ്ട് നോക്കിക്കാം. ചിപ്പി, യു ട്രൈ ഹൗ ഇറ്റ് ഈസ്. Thank you people for watching my video. See you in next time.